ജനതയും ജനതയും കൈകോർത്തിണങ്ങി ജനിത സൗഭാഗ്യത്തിൻ ഗീതം മുഴങ്ങി നരലോകമേ പേരുമാനന്ദം തേടി വിജയിക്ക നിന്തിരു നാമങ്ങൾ പാടി. നീ ചാക്കോ സാറിനെ കണ്ടോടാ? കിടപ്പാന്നോ? തീരെ കിടപ്പാന്നോ? ആളറിയാമോ? അതെല്ലാം ചോദിച്ചാ ഇന്ന് കണക്ക് എഴുതിക്കൊണ്ട് വന്നില്ല. നീ ഇപ്പൊ അടി കിട്ടുമെന്ന് ആരുണ്ട്? എനിക്കറിയത്തില്ല വന്നോ ഇല്ലയോ. ഇന്നലെ സ്കൂളിൽ വിട്ടു പോയപ്പോഴേ വൈകുന്നേരം നീ ആ പള്ളിയുടെ ഫ്രണ്ടിൽ പോയി നിൽക്കുന്നോണ്ട് എന്തിനായിരുന്നടാ? എടാ സാർ ഇന്നലെ പറഞ്ഞില്ലേ നാളെ വരുമ്പോ ഫാദറിനെ വിളിച്ചോണ്ട് വരണമെന്ന്. ഇവിടെ പള്ളിയിലെ അച്ഛനെ അല്ലടാ, നമ്മുടെ അച്ഛനെ. നമ്മുടെ അച്ഛൻ പോലും നിന്റെ അച്ഛനെ വിളിച്ചോണ്ട് വരണമെന്നാ പറഞ്ഞത്. അങ്ങനാന്നോ പറഞ്ഞത്? ഓ ഞാൻ ഓർത്തിത് എന്തോ ഇടപാടാന്ന് കേട്ടോ. ഇന്നലെ പരീക്ഷ എഴുതിയായിരുന്നോ? ഞാൻ എഴുതി. എങ്ങനെ ഉണ്ടായിരുന്നു? ഉച്ച കഴിഞ്ഞത്തെ എനിക്ക് സൂപ്പർ ആയിരുന്നു. ഓ എന്റെ ദൈവമേ, എനിക്ക് രാവിലെ ആയിരുന്നു ബുദ്ധിമുട്ട്. എന്നാലും പിന്നെ തലേദിവസം എല്ലാവരും ചെറുപാലം കഴിച്ചിട്ട് കടന്നാ പോരായിരുന്നോ? അപ്പൊ നല്ലപോലെ പരീക്ഷ എഴുതാൻ പറ്റുമോ? പരീക്ഷയ്ക്കോ? പിന്നെന്തോ ഞാനോർത്ത് ബാത്റൂമിൽ പോകാൻ പാടായിരുന്നല്ലോ. ഓ ഞാൻ പരീക്ഷയുടെ കാര്യമില്ല നിന്നോട് പറഞ്ഞു. നീ മാർഗം നിന്റെ പേപ്പറിന്ന് കാണിച്ച്. ഇന്നലെ മാർക്കാണോ? ആ അതെ. അയ്യോ ഇതെങ്ങനെ ഒപ്പിച്ചടാ നീ? 75-3. ഞാൻ കോപ്പി അടിച്ചതാ. കോപ്പി അടിച്ചോ? എന്താ കോപ്പി അടിക്കാന്ന്? എടാ ഞാൻ കോപ്പി അടിക്കാൻ ഞാൻ കെമിസ്ട്രിയുടെ കൊണ്ടുവരുമ്പോ അന്ന് ബയോളജിയുടെ കൊണ്ടുവരുമ്പോ അന്ന് കണക്ക്. എന്തിനാ വെറുതെ വെട്ടിക്കളയുന്നത്? അതുകൊണ്ട് ഞാൻ കൊണ്ടുവരാത്തെ. നീ ഇത് പേപ്പർ കാണിച്ചിട്ടേ ഷൈൻ ചെയ്തോ? ഈ 3 മാർക്ക് മേടിച്ചിട്ട് ഞാൻ എന്തോ ഷൈൻ ചെയ്യാനാ? എടാ ഒപ്പിടത്തില്ലോടാ. ഓ അതാണോ ഷൈൻ? ഷൈൻ ഷൈനാണോ? ഇത് മാർക്ക് കുറവായത് കൊണ്ടാണ് ഈ ഷൂ നെല്ലി വെച്ചേക്കുന്നത്. അല്ല എന്റെ അമ്മയുടെ ഒപ്പം അതാടാ. നിന്റെ അച്ഛന്റെ ഒപ്പം ഒപ്പോട്ടെ. ഇത് നല്ല പഴുതാര പോന്ന പോലെ ഇരിക്കും. ഞങ്ങൾ അച്ഛൻ ഇട്ടു സൂപ്പർ ഒപ്പടാ. അവിടെ ഇത് കൊണ്ടുപോയി നിന്റെ അച്ഛൻ ഒപ്പിട്ട് മേടിച്ചോണ്ട് പോരാ അവിടെ. ഇതിനകത്തോ? സാർ സമ്മതിക്കത്തില്ലടാ. സൂപ്പർ ഒപ്പടാ അത്. ഇല്ല ഞങ്ങളുടെ അച്ഛൻ അങ്ങനെ ചെയ്തരത്തില്ല. നിങ്ങൾ അച്ഛനെ ഒന്ന് പറയടാ. ഞങ്ങളുടെ അച്ഛൻ നിനക്കറിയാമത്തോടെ പന്നിനാ. അയ്യോ നിങ്ങളുടെ അച്ഛൻ സൂപ്പറാണ്. അല്ലെന്ന് പറഞ്ഞില്ലേ? ഗുഡ് മോർണിംഗ് സാർ. എടാ നിങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ ക്ലാസ്സിൽ കയറുമ്പോ നിശബ്ദത പാലിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? എവിടെ കേക്കാ ഇത്? പറഞ്ഞതുപോലെ ടൂറിന് പോയ കുട്ടികളും അധ്യാപകരും എല്ലാം ഇന്നെത്തും. 5 ദിവസം കഴിഞ്ഞ് എത്തുവാ. ഇത് യൂണിഫോം എന്തോ ചെയ്യുന്നു? ഇന്ന് ബുധനാഴ്ചയല്ലേ? വേറെ യൂണിഫോം അല്ലേ? പറഞ്ഞ പോലെ ബുധനാഴ്ച ആയിരുന്നല്ലേ, ഞാനതങ്ങ് മറന്നുപോയി. അപ്പൊ നമുക്കേ അങ്ങോട്ട് എടുക്കാം. 5 വിഷയം കൊണ്ടാണോ വന്നേക്കുന്നേ? ഇരിക്കെ സിറ്റ് ഡൗൺ. അഖിലുണ്ടോ? ഉണ്ട്. ജീവനുണ്ടോ? അല്ലേ പിന്നെ ഇവിടെ വന്നിരിക്കുവോ? എടാ ജീവനുണ്ടോ നീ ക്ലാസ്സിലെ? ഇല്ല അവൻ ടൂറ് പോയി. ടൂറിന് പോയോ? ജീവന്റെ അച്ഛൻ എങ്ങനെയുണ്ട്? ജീവൻ അച്ഛൻ എന്തോ പറ്റി? ഒന്നും പറ്റിയില്ലേ? ഇല്ല. ഒന്നും പറ്റാതിരിക്കാൻ ഞാൻ ജഗദീശനോട് പ്രാർത്ഥിക്കാം. അനന്തു ഉണ്ടോ? പ്രസന്ന സാർ. നിന്നോട് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ശരിയാക്കണം. പ്രസന്റ് സാർ. സഞ്ചിത എന്തെങ്കിലും ഇട്ടോണ്ട് പോകാനാണോ? എടാ ഈ ക്ലാസ്സിലെ സഞ്ചിതയുണ്ടോ? സഞ്ചിത? സഞ്ചിതയല്ല. അതും ടൂറ് പോയി കൊടുത്തില്ല. വരുണുണ്ടോ? വരുന്നില്ല. സാറ് പോയിക്കോ. ഞാനും ഒരു 4-4.5 ആയിട്ടേ ഉള്ളൂ. എടാ വരുണുണ്ടോ ഈ ക്ലാസ്സിൽ? ടൂറിന് പോയി വരുന്നുണ്ടോന്ന് ചോദിച്ചേ. അത് പറയണം. എന്തുവായാലും 2 പേരുടെ മുഖത്ത് നല്ല സന്തോഷമുണ്ട് ഇന്നറിയാം. അഖിലിന്റെ അച്ഛൻ വന്നോടാ? അഖിലിന്റെ അച്ഛൻ വന്നോ? പിന്നെ രാവിലെ മൈക്കാട് പണിക്ക് പോകുന്ന അച്ഛൻ വൈകിട്ട് വരത്തില്ലയോ? നിന്റെ അച്ഛൻ ഗൾഫിലല്ലായിരുന്നു? എന്റെ അച്ഛനല്ല ഗൾഫിൽ, ഇവന്റെ അച്ഛനാ ഗൾഫില്. നിന്റെ വീട് പണി എന്തോ മോനെ? വാർപ്പ് കഴിഞ്ഞ് ഇനി തറ കെട്ടിയാ മതി. സാറേ വാർപ്പ് കഴിഞ്ഞു. ഇനി നമുക്ക് അടുക്കളയുണ്ട്. അതിന് കെട്ടുന്ന മേച്ചിരിയെ വിളിക്കുന്ന പേരാ തറ. ശരി അവിടെ ഉണ്ടായിരിക്കും. അപ്പം ഇന്നത്തെ വിഷയം ഞാൻ അതങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങുമായിരുന്നു. എന്തുവായിരുന്നു പറഞ്ഞ ടീച്ചറും സാറും കൂടെ എന്തോ വിഷയമായിരുന്നു? എവിടെ കേട്ടെന്നറിയാവോ? അഖിലേക്ക് വന്നാടാ മോനെ. പോയിട്ട് സ്റ്റാഫ് റൂമിന്റെ അവിടെ വലത് സൈഡിൽ ഒരു തടിയലമാര ഇരിപ്പുണ്ട്. കൊടുക്കാനാണോ? അതിന് മണ്ടക്കിന് ചൂരിരിപ്പുണ്ട്. പോയിട്ടുണ്ട്. നിനക്ക് വിഷയം അറിയണോ? എന്തുവാന്നില്ലേ? അവൻ വരട്ടെ. എടാ വിഷയം പറഞ്ഞോളാം സാറ്. ഇതുവരെ പറഞ്ഞിട്ടില്ല. ഞാൻ പറയാം. നീ വരാൻ നോക്കിയിരിക്കണം. നിനക്കറിയണോ വിഷയം? ഇടാ പോയിരിക്കും. ഇത് വല്ലാത്ത വിഷയം. ഞാൻ മറന്നിട്ടില്ല. നിനക്ക് ഇനി അടുത്തോണ്ടേ ഏതെങ്കിലും ടീച്ചർ വന്ന് ഗ്രാമർ എടുത്തായിരുന്നോ? ഞങ്ങള് കണ്ടില്ല. എവിടെ എടുത്തോണ്ട് പോയി? എടാ ഗ്രാമർ, മലയാളത്തിന്റെ ഗ്രാമർ എടുത്തോ? ഇല്ല. എന്നാ ഇന്ന് നമുക്ക് ഗ്രാമർ പഠിക്കാം. കർത്താവ്, കർമ്മം, ക്രിയ. രാമുവിനെ പശു തൊഴിച്ചു. എന്താ പണിയാ കാണിച്ചത്? എടാ ഇതിനകത്ത് പറയുന്നേക്ക് രാമുവിനെ പശു തൊഴിച്ചു. ഇതിനകത്ത് കർമ്മം എവിടെ? രാമുവിന്റെ വീട്ടുവളപ്പിൽ തന്നെ നടക്കും. പശു അല്ലയോ തൊഴിച്ചേ? ഇവിടെ കർമ്മം എന്ന് പറഞ്ഞാൽ ഇവിടെ തൊഴിച്ചു.
ഓ തൊഴിച്ചെന്നോ? ആ എടാ പറഞ്ഞു മനസ്സിലായോ? ഈ തൊഴിക്ക് പറയുന്ന കർമ്മം എന്നാ. അപ്പൊ ഞങ്ങളുടെ വീട്ടിൽ മിക്ക ദിവസം ഈ കർമ്മം നടക്കാറുണ്ട്. അച്ഛൻ പണിയും കഴിഞ്ഞാൽ അങ്ങ് കർമ്മം ചെയ്യും, അമ്മയും കർമ്മം ചെയ്യും. കർമ്മത്തിന്റെ ബഹളം ഇവരോട്. ഒരു അടിയാണെങ്കിൽ തരും കേട്ടോ. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ക്ലാസ് ചെയ്യുന്നതുകൊണ്ട് സംസാരിക്കരുത്, പറയുന്നതൊന്നും കേൾക്കരുത്. അതിനപ്പുറത്ത് കയറി സംസാരിച്ചോണം. കേകയുടെ ലക്ഷണം പറയടാ. അഖില് പറ. കേകയുടെ 4 കാലുണ്ട്, മാനിനെ പോലെ കൊമ്പുണ്ട്. അത് കേക മാൻ. അയ്യോ പിന്നെ ആനെ പോലെ കൊമ്പുണ്ട്. കേഴയല്ല, കേക. കേക. നീ എഴുന്നേറ്റ് പറ. നീ പാസ് വിട്ടോടാ. ഇല്ല, കേക പറ. കേകയുടെ ലക്ഷണം പറ. 1 2 2 2. എന്നെയും കൊണ്ട് 1 2 പറയിപ്പിക്കരുത്, പറയാൻ. 3 2 2 3 2 എഴുത്തുകൾ. 14 6 ഗണം. 11 വേണം. ഒരുത്തവിന്റെ കേകയാ. അത് പറ. ശരിയായിട്ട് പറഞ്ഞു. എന്റെ അനന്തു, നീ നന്നായിട്ട് പഠിക്കുന്ന ഒരു പയ്യനല്ലടാ. നിനക്ക് ഈ തുടക്കവും കറക്റ്റാ, ഒടുക്കവും കറക്റ്റാ. സെന്റർ ക്ലിയർ ചെയ്താൽ മതി. അതെന്താ അവിടെ ചെയ്യാത്തത്? എന്താ അത് ഞാൻ ശ്രദ്ധിക്കാം. അത് ശ്രദ്ധിച്ചിരുന്നോ? അടുത്ത ഇങ്ങോട്ട് ശ്രദ്ധിക്കണേ. കഴിഞ്ഞ ദിവസം മലയാള പദ്യം പഠിച്ചോണ്ട് വരാൻ പറഞ്ഞു. പഠിച്ചോ മലയാളത്തിന്റെ പദ്യം? അടുത്ത ഓരോ കോള്. തിങ്കളും താരങ്ങളും, തൂവള്ളി കതിർ ചിഹ്നം, തുങ്കമ്മ വാണിൻ ചവിട്ടിൽ, ലാണന്റെ വിദ്യാലയം, ഇന്നലെ എന്റെ നെഞ്ചിലെ കുഞ്ഞു മൺവിള കൂതിയില്ലേ, കുഞ്ഞു മൺവിള കൂതിയില്ലേ. ഇങ്ങോട്ട് ഇറങ്ങി വാ. ചെല്ലടാ, വിളിച്ചല്ലോ. ആ മൺവിളക്കോട് ഇങ്ങോട്ട് വാടാ. ആ മൺവിളക്ക് ഇവിടോട്ട് വെക്ക. ഇങ്ങോട്ടോ. ഇന്നലെ എന്റെ നെഞ്ചിലെ മൺവിളക്കുണ്ടോ അതിനകത്ത്? മൺവിളക്കുണ്ടോ? ഇല്ല. മൺവിളക്കുണ്ടോ അതിനകത്ത്? ഇവിടെ വിളക്കെടുത്തോണ്ട് പോ. വിളക്കെടുത്തോണ്ട് പോ. വിളക്കെടുത്തോണ്ട് പോ. മൺവിളക്കില്ലേ? നേരിട്ട് പാടി പദ്യം പാടി. കനകച്ചിലങ്കയില്ലേ? കനകച്ചിലങ്ക കിലുങ്ങി കിലുങ്ങി, കാഞ്ചന കാഞ്ചി കുലുങ്ങി കുലുങ്ങി, കടമിഴിയിൽ കമലതളം കവിളിണയിൽ സിന്ദൂരം, നടന്ന പുലരിമഴ പൂഞ്ചൊടിയിൽ പുന്നാരം. ആ പുന്നാരമേ, ആ പിന്നാരം കൊണ്ട് ഇങ്ങോട്ട് വന്നാട്ടെ. ആ പിന്നാരം ഇങ്ങോട്ട് കൊണ്ടുവന്നേ. എന്തോ അതെ? കടമിഴിയിൽ കമലതളം. കമലതളം. കടമിഴിയിൽ കമലതളം എന്നാണോ? അങ്ങനെ അവിടെ നിനക്ക് സമാധാനമായില്ലോ. ആ നേർച്ചയിട്ടൊന്നുമല്ല. നീ ഇതോടെ ശ്രദ്ധിക്കേ. ആ പുസ്തകം കൊണ്ട് മടക്കി വെച്ചാൽ മലയാള മാസങ്ങൾ അതറിയാമോ? മലയാള മാസങ്ങൾ എന്ന് പറഞ്ഞേ. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ചിങ്ങം, കന്നി, തുലാം, ആയില്യം. ആയില്ലയോ? ആയില്യം എന്നാ ചോദിച്ചാ സാറേ. ചേട്ടാ 12 മാസങ്ങൾ വേണ്ടേ? ഫെബ്രുവരി വന്നത് മലയാള മാസത്തിനകത്ത്. എല്ലാം കൂടെ 12 കിട്ടിയാ പോരെ? എന്റെ കയ്യിൽ നിന്ന് കിട്ടും കേട്ടോ. ഞാൻ കൂടെ 12 കിട്ടിയാൽ മതിയൊന്ന്. നീ പറയാടാ. മലയാളം നാളുകൾ എഴുന്നേറ്റ് പറയാം കൊണ്ട്. മലയാളം നാളെ. അയ്യോ കേട്ടിട്ടില്ല. അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, റീന, റാന്നി, കോന്നി. അതെനിക്ക് തോന്നി. ഇങ്ങോട്ട് വാ. മലയാളത്തിൽ റാന്നി, കോന്നി. മലയാള നാളുകൾക്ക് സത്യം പറഞ്ഞ നിങ്ങളെ കൊണ്ട് എനിക്ക് അങ്ങ് തലവേദന, എനിക്ക് സഹിക്കാൻ പറ്റില്ല. സാർ ഒന്ന് റെസ്റ്റ് എടുത്തോ 2 മിനിറ്റ്. ബുക്കിംഗ് കൊണ്ടുപോടാ. എന്താടാ ബുക്ക് തരാനോ? എന്തിന്? ഞാൻ നോക്കിട്ട് തരാടാ. എടാ തുറക്കല്ലേ. എന്തുവാ മയിൽപ്പീലി ഇരിക്കുവാ. ഇത് മൈപ്പിലി വെച്ചേക്കുന്നേ. എടാ മയിൽപ്പീലി ഇതിനകത്തിരുന്ന് പ്രസവിക്കുമ്പോഴേ അങ്ങനെ ക്ലാസ്സിലെ മഞ്ജു ഇല്ലോ, എനിക്ക് അതിനെ കല്യാണം കഴിക്കാൻ പറ്റും. നോക്കട്ടെ. എടാ തുറക്കരുത്. ഇത് പ്രസവിച്ചില്ലല്ലോടാ. എടാ ഞാനും ആലോചിച്ച് ഒത്തിരി നാളായി അത് വെച്ചിട്ട്. എന്തോ അതോടത്തില്ല. അടാ ഇത് പ്രസവം നിർത്തിയ മൈപ്പീലിയാ. എന്തോടെ കടന്നു പോകുന്നു? അപ്പം ബുക്കിനകത്തേ മൈപ്പീലി കൊണ്ടുവന്നു. മഞ്ജുവിനെ ക്ലാസ്സിൽ ആവശ്യമില്ലാത്ത സാധനങ്ങൾ കൊണ്ടുവരുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? എഴുതരട്ടോ. നോക്കട്ടെ. ആവശ്യമില്ലാത്ത ഓരോ സാധനങ്ങൾ ക്ലാസ്സിൽ കൊണ്ടുവന്നേക്കുവോ? എന്തിനോട് ഇത് ബുക്കിനകത്ത് വെച്ചാലേ മഞ്ജുവിനെ കല്യാണം കഴിക്കാൻ പറ്റും. നമ്മുടെ ആഗ്രഹം സാധിക്കും അവൻ പറയുന്നത്. ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങള് ഈ ഞാൻ ബില്ല് കൊണ്ടുവരത്തില്ല. വനജ ടീച്ചറെ, കുട്ടിയുടെ കയ്യിൽ നിന്നേ ഞാനൊരു മയിൽപ്പീലി പൊക്കിയിട്ടുണ്ട്. അതൊക്കെ മതി. ഇതിപ്പോ കുട്ടികൾ പറയുന്നത് ഇത് പുസ്തകത്തിനകത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കുമെന്ന്. ടീച്ചർ ഇതാ ഹാജർ ബുക്കിനകത്തോട്ടൊന്ന് ചുരുങ്ങി കയറ്റാമോ? പറ്റത്തില്ല. ടീച്ചറെ വെച്ചിട്ട് പോവാനോ? വൈകിട്ട് വിളിക്കാമേ. മേടിച്ചോണ്ട് വരുന്നുണ്ട്. സംസാരിക്കരുത് വിട്ടത് കേട്ടോ. ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും കൊണ്ടുവരുത് കേട്ടോ. ഇത് വിട്ടിരിക്കട്ടെ, സ്റ്റാഫ് റൂമിൽ കൊണ്ടുവെക്കാം. അവിടെ എന്തിനു കൊണ്ടുവെക്കുക? സൗകര്യമാവുമല്ലോ. ഇനി അടിയാ ഞാൻ തരുന്നത്. മലയാളത്തിന് പുസ്തകം മടക്കി ഹിന്ദി എടുക്കാം. ഹിന്ദിയിൽ പേര് എങ്ങനെ ചോദിക്കും?
ക്യാ എന്ന് പറഞ്ഞാൽ എന്ത്. അപ്പം പേരെന്ത് എന്തെന്ന് എങ്ങനെ ചോദിക്കും? പേര് ക്യാ അല്ല, പാവയ്ക്ക. എടാ നാം ക്യാ ഹേ അങ്ങനെ ചോദിക്കണം. നാം ക്യാ ഹേ. ഇരിക്കവിടെ. നീ ക്യാ ഹേ ഹിന്ദി പോയം പഠിച്ചോണ്ട് വന്നിട്ടുണ്ടോ? പോയോ? ആ, പാസ്. ഇത് ഞാൻ നിന്റെ പേര് കേസ് കൊടുക്കും. അഖിലേ, ഹിന്ദി പോയം പഠിച്ചു. അനന്ത് എഴുന്നേറ്റ് ചൊല്ലേ. ഹിന്ദി പോയം എഴുന്നേറ്റ് ചൊല്ലാൻ. അതിന്റെ ആദ്യം ഒന്ന് പറ സാറേ. അതിന്റെ ആദ്യത്തെ ലൈൻ ഒന്ന് പറയാമോ? ആവോ മിൽക്കർ ഗായേ ഗീത് എന്നൊരു പാട്ട് പഠിച്ചിട്ടുണ്ടോ? ഉണ്ട്. ആ, എന്നാ അതോടെ. ആവോ മിൽക്കർ ഗായേ ഗീത് ബെഡായേ ഗീത് ഗായേ ഗീത് ബെഡായേ ഗീത് ആവോ മിൽക്കർ ഗായേ ഗീത്. നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ. ഇതെന്തിനാന്നറിയാമോ? നല്ലൊരു ഹിന്ദി പോയം കൊണ്ടൊന്ന് ഓട്ടം തുള്ളലാക്കിയാലും പോയിരിക്കും. എന്റെ ഒരു ഓട്ടം തുള്ളലെ രീതിയിലുള്ള ഒരു പാട്ട്. മിണ്ടരുത് ഇവിടെ. കണ്ടോ? ആ ഹിന്ദി പുസ്തകം എടുത്ത് വെച്ചേ, കണക്കെടുക്കാം. അഖിലേ, എന്നോടോ? എഴുന്നേറ്റേ. ആ 4 പട്ടിയെന്നില്ലേ? 4ന്റെയോ? ആ, ഒരു 4 4 ഒരു 4 4. ആ, 24 24 4 കിടന്നാലും 4 4 4. എടാ 24 8 4 8. ആ, അതെ, അനക്ക് എഴുന്നേറ്റേ. 8ന്റെ പട്ടികയല്ലോ. 8ന്റെ 2 അത് 8ന്റെ പണിയായത്. 8ന്റെ പട്ടികയല്ലോ. 8ന്റെ ഒരെട്ടെട്ട്. ആ, 16. ആരുടെ? എന്റെ. എടാ ഈരട്ട് 16. ഈരട്ട് 16. മൂക്കെട്ട് മൂവെട്ട്. ആ നോക്കട്ടെ. മര്യാദക്ക് 2 പേരും നാളെ പട്ടിയെ പിടിച്ചോണ്ട് വന്നേ കേട്ടോ. ഇന്ന് ഞാൻ ആരെ കണ്ടിട്ടാണ് ഇറങ്ങിയത്? മൈനെ കണ്ടു. അടുത്തത് ഒരു ചോദ്യം ചോദിക്കുക. ഗണിതശാസ്ത്രത്തിന്റെ പിതാവ് ആര്? അയ്യോ, എനിക്കറിയത്തില്ല. ശാസ്ത്രത്തിന്റെ സാറങ്ങ് പറ. വനജ ടീച്ചറെ, ഈ വനജ ടീച്ചറിന്റെ പിതാവ് ആര്? വനജ ടീച്ചറിന്റെ പിതാവ്. ഗണിത ടീച്ചറിന്റെ പിതാവ് ആരാ ടീച്ചറെ? മാറിയോ? അപ്പൊ പുതിയത് മതി. ടീച്ചർ പറയുന്നത് പഴയതിനകത്ത് നേരെ വേറെ ഒരു പിതാവായിരുന്നു, ഇപ്പം പുതിയതിനകത്ത് മാറ്റം ഉണ്ടെന്നാ പിതാവ്. അങ്ങനെ പറഞ്ഞാൽ മതി. സിലബസ് മാറിയില്ലോടാ? ഉടനെ പിതാവും മാറും. പിന്നെ സിലബസ് മാറുമ്പോ പിതാവ് മാറും. 6നെ 2ആയി ഭാഗിച്ചാൽ എന്ത് കിട്ടും? 6നെ 2ആയി ഭാഗിച്ചാൽ വെടിക്കെട്ട് 2 ഡാം ഉണ്ടാക്കാം. എന്തിനു പഠിക്കാൻ വരുവാടാ നീയൊക്കെ? വെടിക്കെട്ട് 2 ഡാം ഉണ്ടാക്കാം. കണക്കിന്റെ ബുക്ക് എടുത്തു നോക്ക്. ഹിസ്റ്ററിയുടെ പുസ്തകം കൊണ്ട് എടുത്തേ. സാറേ, ഹിസ്റ്ററിയുടെ പുസ്തകം കൊണ്ട് എടുക്കാൻ പറ. ടിപ്പു സുൽത്താന്റെ ജന്മസ്ഥലം എവിടെ? സുൽത്താൻ ബത്തേരി. സുൽത്താൻ ബത്തേരി? എടാ മൈസൂർ. അത് പറഞ്ഞു വരട്ടെ. സുൽത്താൻ ബത്തേരി കഴിഞ്ഞ് ആ ചുരം ഞാൻ കയറി വരണ്ടേ? അന്നൊന്ന് സാറിനെ പറയാൻ തുടങ്ങി. പോർച്ചുഗീസുകാർ ഇന്ത്യയിലെത്തിയത് എങ്ങനെ? ജീപ്പിലോ? പോലീസുകാരല്ലേ? പോലീസുകാരാണ് പോർച്ചുഗീസുകാർ. അതെനിക്കറിയത്തില്ല. അങ്ങനെ എഴുന്നേറ്റ് പറ. കപ്പെമ്പായിട്ട് കപ്പയും കൊണ്ട് പുഴുങ്ങി തേട്ട് പായി കയറി കിടക്കാനാണോ അവര് വന്നത്? അതോടാ? അല്ല, അങ്ങനെ സാധനം പായ് കപ്പലിൽ. അതാ ഞാൻ ഉദ്ദേശിച്ചല്ല. ISROയുടെ പിതാവ് ആര്? പറ, അനന്ത് പറ. ഇവനാ? ഞാനോ? ISROയുടെ പിതാവ്. എപ്പ സാറല്ല വരുന്ന അന്നേരം അയ്യോ സാറോ. എടാ അതല്ല, വിക്രം സാരാഭായ്. വിക്രം സാരാഭായ്. ഇപ്പൊ മനസ്സിലായല്ലോ, ഈ ഭായിമാരൊന്നും നമ്മൾ ഉദ്ദേശിക്കുന്ന പാർട്ടികളല്ല. കഴിവുള്ളവരുണ്ട് ഇതിനകത്ത്. ഉണ്ട്. അടുത്തത്, താജ്മഹൽ പണി കഴിപ്പിച്ചത് ആർക്കു വേണ്ടി? മുംതാസ്. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത്? പിന്താസോ? എടാ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഷാജഹാൻ. ഒരു ഉത്തരവിൽ നിന്ന് എന്റെ ശരിയായിട്ടില്ല. പഠിക്കണോടാ. ഇവിടെ കേൾക്കണം. ലോകത്തിലെ 2 അത്ഭുതങ്ങൾ. 7 ഉണ്ട്. 7 അത്ഭുതങ്ങളാണുള്ളത്. 2 എണ്ണമെങ്കിലും നീ ഒന്ന് പറയുന്നു. കറക്റ്റ് പറ. അനന്ത് പറ. ചൈനയിലെ വെഞ്ചരൽ. വൻപയർ. എടാ അത് ചീത്തയാണത്. അയ്യോ, ഞാൻ മതിലെന്നാ പറഞ്ഞേ. അങ്ങനെ മതിൽ എന്നാ പറഞ്ഞത്. ചൈനയുടെ വൻമതിൽ. തെറ്റിക്കരുതേ. ഇല്ല. രണ്ടാമത്തെ ഒരു അത്ഭുതം ഉണ്ടല്ലോ, അത് അഖില് പറഞ്ഞേ. കുട്ടപ്പനാര്? കുട്ടപ്പൻ നിന്റെ ഉപ്പാപ്പൻ. ചരിഞ്ഞു നിൽക്കുന്ന പിസയല്ലടാ, ബർഗർ. അത് തിന്നുന്ന സാധനമാ. എടാ അതിന്റെ പേരെന്തുവാന്നാ ചോദിച്ചത്? ഞങ്ങൾക്കറിയത്തില്ല, സാറെന്ന് പറ.
വനജ ടീച്ചറെ, ഈ ചരിഞ്ഞിരിക്കുന്ന ഒരു അത്ഭുതം ഉണ്ടല്ലോ, അതിന്റെ പേരെന്തുവാ? കുഴപ്പമില്ല. എന്തോ പറഞ്ഞു സാറേ? ടീച്ചർ പറഞ്ഞിരിക്കുന്നത് ഈ ചരിഞ്ഞിരിക്കുന്നതൊന്നും വലിയ അത്ഭുതപ്പെടാനില്ലെന്നാ ടീച്ചർ. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് എവിടെ? അടുക്കള ഭാഗത്താ. അടുക്കള ഭാഗത്തോ? അവിടെ ഷീറ്റ് ഇട്ടിട്ടില്ല സാറേ, കൂടുതൽ അവിടെ കിട്ടുന്നേ. എടാ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് എവിടെ? കേരളത്തിലല്ലേ എന്റെ വീട് ഇരിക്കുന്നേ. ഇനി അഥവാ ഞാൻ ഇനി പോയി എവിടെ ഇത് ലഭിക്കുന്നതെന്ന് നോക്കാം. അമ്മ മഴയെ തിറക്കുവോ? ഇറക്കി വിടുവോ? എങ്ങനെ കണ്ടുപിടിക്കും? അത് സത്യമില്ലേ? ഇറങ്ങി വേടാ, ഇറങ്ങി വേടാ, ഇറങ്ങി വേടാ. കാരണം ഞാൻ എപ്പോഴും ഞാൻ അങ്ങോട്ട് വരുമല്ലയോ. ഒരു പ്രാവശ്യം സാർ ഇങ്ങോട്ട് പോയി, എന്തായാലും നല്ലതിനല്ല. ഞാൻ ആവശ്യക്കാരനായി പോയില്ലേ, ഞാൻ അങ്ങോട്ട് വരാം. കേരളത്തിലെ ഏറ്റവും മഴ ലഭിക്കുന്നത് പറടാ. കേരളത്തിലെ ഏറ്റവും മഴ ലഭിക്കുന്നത് എവിടെ? ലക്കട. ലക്കടയോ? ലക്കട എന്നാടാ? ലക്കടി. ഞാൻ ആരെ അടി പൊടിയെന്ന് വിളിക്കുന്നത്. ഞങ്ങളുടെ അമ്മ അങ്ങനൊന്നും അല്ല എന്നെ പഠിപ്പിക്കുന്നത്. അത് ന്യായമാണ്. പിന്നല്ല. ഇനി ഹിസ്റ്ററിക്കകത്ത് എന്തെങ്കിലും സംശയം ചോദിക്കാണ്ടോ? സാറേ, എനിക്കൊരു സംശയമുണ്ട്. എന്താ പറ. എനിക്ക് സംശയം ചോദിക്കുന്നവർ ഭയങ്കര ഇഷ്ടമാകില്ലേ? ഈ വാസ്കോഡ് ഗാമയുടെ വീട്ടുപേരെന്തുവാ? തടത്തിൽ പുത്തൻ വീട്. മറക്കാതെ എഴുതിയിട്ടാ അത്. എടാ, അത് എന്റെ വീട്ടുപേരാന്ന്. വാസ്കോഡ് ഗാമയുടെ വീട്ടുപേരാ എന്തുവാന്ന്? എന്തിനു വരുവാടാ നീയൊക്കെ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നീ ആ ഹിസ്റ്ററിയുടെ പുസ്തകം മടക്കി വെക്കും. ബയോളജിയുടെ പുസ്തകം. അടുത്ത കോള്. ബയോളജി എന്നാൽ ജീവശാസ്ത്രം, അറിയാമോ? അപ്പം ബയോളജിയുടെ പടം വരച്ചോണ്ട് വരാൻ ഞാൻ പറഞ്ഞായിരുന്നു. വരച്ചോണ്ട് വന്നോ? അനന്ത് വരച്ചോണ്ട് വന്ന് കാണിച്ചു. ഞാൻ വരച്ചത് സാറേ. ഇങ്ങോട്ടേ ഇതല്ലേ ശരിയാകണേ. കൈ കൊണ്ട് നീട്ടി. കൈ നീട്ടാനോ? കൈ നീട്ടാ. എന്തിനാന്നറിയാമോ? ഇല്ല. കൊച്ചമീബയുടെ പടം വരച്ചോണ്ട് വരാൻ പറഞ്ഞപ്പം കൊച്ചിൻ കനീബയുടെ പടം വരച്ചോണ്ട് വന്നിട്ടുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലായില്ല. ഞാൻ ഓർത്ത് കൊച്ചിൻ കനീബയുടെ പടം വരയ്ക്കുന്നു. സംസാരിക്കരുത്, ഞാൻ പറഞ്ഞേക്കാ വിടുന്നുണ്ട് കേട്ടോ. ഞാൻ ബയോളജി നിങ്ങളെ പഠിപ്പിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഫിസിക്സിന്റെ പുസ്തകം. ഫിസിക്സിന്റെ? ഫിസിക്സ് അഥവാ ഭൗതിക ശാസ്ത്രം. ദ്രവ്യത്തെയും ഊർജത്തെയും പറ്റിയുള്ള പഠനമാണ് ഭൗതിക ശാസ്ത്രം അഥവാ ഫിസിക്സ്. എന്തു പറയും? എന്തോ പറയുന്ന സാർ, ഇങ്ങനെ പോകുന്നു. എടാ, ഫിസിക്സ് എന്ന് പറയുമെന്ന് ആര് പറയും? ഞാൻ പറയുമോ? സാറ് പറഞ്ഞാ മതി, പിന്നെ ഞാൻ പറഞ്ഞതേ കാണത്തുള്ളൂ. എനിക്ക് ഇന്നാളെ ഇതുപോലെ പറ്റിയില്ല. എന്തോ പ്രശ്നമായിരുന്നു അറിയാം. ഞാൻ ഏതാണ്ട് പറഞ്ഞു. അനന്തുവേ, ഞങ്ങൾ അച്ഛൻ പോലും ഓടിയില്ല. ഞാൻ പറയത്തില്ല. അടി മേടിച്ചു കൂട്ടാ. പിന്നെ ഗ്രാവിറ്റി എന്നാൽ എന്ത്? അഖിൽ എഴുന്നേറ്റ് പറ. മൂന്നാറ് മലനിരകളിൽ ഇത്രയും വളർന്നൊരു ചെടി, അതിന്റെ ഇല പറിച്ചിട്ട് ഉണക്കി പൊടിച്ചെടുക്കുന്നതാണ് AVT. എടാ, അത് AVT തേയില. പിന്നെന്താ ചോദിച്ചേ? ഗ്രാവിറ്റി. എഴുന്നേറ്റ് പറ. ഗ്രാവിറ്റി ഭൂമി എല്ലാ വസ്തുക്കളെയും അങ്ങ് ഡൽഹിയിലേക്ക് ആകർഷിക്കുന്നു. ഡൽഹിയിലേക്കോ? കേന്ദ്രത്തിലേക്ക്. ശരിയായ ഗ്രാവിറ്റി എന്ന് പറയുന്നു. അത് ഫില്ലാക്കത്. അതിന് ഗ്രാവിറ്റി എന്ന് പറയുന്നു. ഇരിക്കും അവിടെ. ഒരു ചോദ്യം നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫില്ലാക്കണം. അപ്പൊ ഇനിയും ഇത്രയും മതി. സ്റ്റാൻഡപ്പ്. റൈറ്റ് ഹാൻഡ്, ലെഫ്റ്റ് ഹാൻഡ്, സിറ്റ് ഡൗൺ. നമുക്ക് കുറച്ചു നേരം ഈ പഠിത്തമൊക്കെ മാറ്റി നിർത്തിയാൽ. നിങ്ങൾ പടമൊക്കെ വരയ്ക്കും? ഡ്രോയിങ് ഒക്കെ ഇഷ്ടമാണോ? കുറച്ചൊക്കെ വരയ്ക്കും. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ഒരാള് അനന്തു ഞാൻ പറയുന്ന ഒരു ചിത്രം അവിടെ ബോർഡിൽ വരച്ചേ. വിഷയം പറ. വിഷയം എന്ന് പറയുന്നത് ഒരു പുഴക്കരയിൽ ഒരു കൃഷിക്കാരൻ മീൻ പിടിച്ചോണ്ടിരിക്കുന്നു. അത് വരയ്ക്കേ. ഒരു ഭയങ്കര മഴയുള്ള സമയമാണ് അല്ലേ? പെട്ടെന്ന് അല്ലേ വരയ്ക്കും. അറ്റുമണൽ പായയിൽ ആറ്റുകട്ടിലിൽ നിന്നെ കിടത്തി ഉറക്കി മെല്ലെ മെല്ലെ കവിൾത്തടങ്ങൾ സുലഭമായി ഞാൻ സൂര്യകാന്തികൾ. ആനന്ദ് വരച്ചോ? എന്ത് ചൂണ്ടയിടുന്നേ? മീനെ പിടിക്കുന്ന ചൂണ്ടയിടുന്നത്? ചൂണ്ട വേണ്ടേ? മനുഷ്യൻ എന്തിയേ? ഈ മഴയത്ത് അയാൾ അവിടെ ഇരിക്കും. അയാൾ വള്ളപ്പരെ പോയിരിപ്പുണ്ട്. എന്റെ ദൈവമേ, എടാ എന്തുവാടാ ഈ വരച്ചു വെക്കുന്നത്? എനിക്കറിയാവുന്ന ഒരാളെ ഞാൻ വരച്ച. പുള്ളിക്ക് പനിയാ. പോയിരി. നിന്നെ ഇനി നന്നാക്കിയിട്ട് കാര്യമില്ല. അഖിലേക്ക് വേണം. അഖിലേക്ക് വന്നു. ഞാൻ പറയുന്ന ചിത്രം ഒരു പാവപ്പെട്ട കൃഷിക്കാരന്റെ വീട് കൊണ്ട് വരയ്ക്കാം. പെട്ടെന്ന് തുടയ്ക്ക്, സമയമില്ല. ഇപ്പം വെല്ലടിക്കാറായി.
അല്ല പാവം പിടിച്ചോന്റെ ആന്നേ. അവൻ പിടിച്ചൊരു വീട്ടുകാരൻ. കിടുക്കച്ചത് അത് അവൻ വരച്ചോട്ടെ, നീ അവിടെ ഇരിക്ക. അലക്കോ അവൻ. നിന്നോട് പറഞ്ഞോ നീ വരച്ചോ? വരച്ചോ മോനെ. എന്തുവാ അത്? എന്തുവാ വീടെന്തിയേ? സാറേ പാവപ്പെട്ടോണ്ട് വിടല്ലയോ, ലൈഫ് ലൈനിൽ നിന്ന് കിട്ടിയതാ. ഒരു ഗഡുവേ കിട്ടിയുള്ളൂ, ബേസ്മെന്റ് കെട്ടാനാ കിട്ടിയുള്ളൂ. സാറേ പാവം പിടിച്ചവന്റെ വീടും ബുദ്ധിമുട്ടും സാറിന് അറിയാത്തോണ്ടാ. ഈ തറ കെട്ടി ഇനി എത്ര നാൾ കിടക്കുമെന്നറിയോ? എന്തുവാടാ? പിന്നെ ഇനി നിങ്ങളോടൊരു ദുഃഖ വാർത്ത ഞാൻ പറയുവാണ്. ദുഃഖ വാർത്തയോ? 16-ാം തീയതി ഞാൻ വിരമിക്കാൻ പോവാ. അയ്യോടാ. സാറ് പറഞ്ഞ നിനക്ക് മനസ്സിലായോ? ഇല്ല. 16-ാം തീയതി സാറ് മരിക്കാൻ പോവാണ്. എന്നാ വല്ല കടം വല്ലതും കാണും. അങ്ങനെ ആണെങ്കിലുണ്ടല്ലോ സാറിന് നെഞ്ചത്ത് റീത്ത വെക്കണം. റീത്ത അപ്പുറത്തെ ക്ലാസ്സില്. അതല്ലടാ, പൂ വെച്ച് ഉണ്ടാക്കി വെക്കത്തില്ലോടാ. അല്ല അത് ബൊക്ക ആണോ? വെക്കണോടാ, നമ്മളെ പഠിപ്പിച്ച് സാറല്ലോടാ. എന്തുവാടാ പറയുന്നത്? സാറ് മരിക്കാൻ പോവാന്ന്. ഞാൻ മരിക്കാൻ പോവാന്നാന്നോ പറഞ്ഞത്? ഞാൻ വിരമിക്കാൻ പോവാണെന്ന്. വിരമിക്കാൻ പോവാന്ന്. ഓ എന്തുവാണ് അത് പറഞ്ഞാൽ പോലും മനസ്സിലാകത്തില്ല. നിങ്ങൾ രണ്ടുപേരും ഇങ്ങ് എഴുന്നേറ്റ് വന്നേ. അയ്യോ, അടുത്തടിക്കാന്ന്. അടിക്കാനല്ലെങ്കിൽ വന്നേ. അടിക്കാനാണ് ഞാനില്ല. അനന്ത് ഇപ്പുറത്ത് വാടാ. അവിടെ നിന്ന് ഒതുങ്ങാതെ. എടാ, നിങ്ങളെ വഴക്ക് പറയുന്നതും അടിക്കുന്നതൊക്കെ നിങ്ങൾ നന്നാകാൻ വേണ്ടിയാ. ഞാൻ പഠിപ്പിച്ചിട്ടുള്ള എൻ്റെ കുട്ടികളെല്ലാം ഡോക്ടർമാര്, അഡ്വക്കേറ്റ്, ജില്ലാ കളക്ടർ വരെ ആയിട്ടുണ്ട്. എന്നിട്ടും സാർ ഇവിടെ തന്നെ കിടക്കുക. സാർ ഇവിടെ കിടന്ന് ഇന്ത്യയുടെ തലത്താനെ ഇവിടെ ഐസക് ന്യൂട്ടന്റെ തല വേണം ആപ്പിളെ കൂടാ തെറിച്ചു പോയെ. ഫോണിൽ വിളിക്കാൻ പോകുന്നു. സാറിന് എന്താ ഇവിടെ ഇങ്ങനെ നിന്നാ മതി? എടാ, ഇത്രയും കാര്യം പറഞ്ഞിട്ട് പോലും നിങ്ങൾ നന്നാകത്തില്ലയോ?